വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഒഡീഷയിൽ നിലവിലെ പ്രതിപക്ഷം ബിജു ജനതാദളാണ്. നവീൻ പട്നായിക്ക് നിയമസഭാ സാമാജികൻ പോലുമല്ല. അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുകയാണ്. 2000 മുതൽ 2024 വരെ തുടർച്ചയായി നീണ്ട 24 കൊല്ലം അദ്ദേഹം ഒഡീഷയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന പാണ്ഡ്യൻ മുഖ്യമന്ത്രി കസേരയും ചെയ്യുകയാണ്. ഒരു വരത്തൻ കയറി ഒഡീഷയെ ഭരിക്കേണ്ട എന്ന രീതിയിലേക്ക് BJP അവിടെ ക്യാൻവാസ് നടത്തിയപ്പോഴാണ് BJP നേതൃത്വത്തിന് നേരിയൊരു മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. 21 ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ പോലും BJD ജയിച്ചില്ലെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50ഓളം സീറ്റുകളിൽ BJD തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. 78 സീറ്റുമായി BJP ഒന്നാമത് തന്നെയാണ്. മോഹൻ ചരൺ മാഞ്ചിയാണ് അവിടെ നിലവിൽ മുഖ്യമന്ത്രിയെങ്കിൽ പോലും 14 സീറ്റുകളുള്ള കോൺഗ്രസ് ഐതിഹാസികമായി നിരവധിയായ സമര പോരാട്ടങ്ങൾ ഒഡീഷയുടെ സമസ്ത മേഖലകളിലും നടത്തുന്നു എന്നുള്ളതാണ്. ആദിവാസി വിഭാഗങ്ങളും അതുപോലെ തന്നെ നിരവധിയായ ഗോത്രമേഖലകളും അടങ്ങുന്ന ഒരു വികസിതമല്ലാത്ത സംസ്ഥാനം, അതായത് പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. BJPക്ക് ഏറെ വെല്ലുവിളികളുള്ള സംസ്ഥാനം. അവിടെ കോൺഗ്രസ് പടിപടിയായി വളരുകയാണ്. ബിജു ജനതാദളിലെ പലരും അതിലെ 26ഓളം സാമാജികർ കോൺഗ്രസ് നേതൃത്വവുമായി അടുപ്പത്തിലാണ്. അതായത് കോൺഗ്രസിലേക്ക് ലയിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. അത് നവീൻ പട്നായിക്കിന് താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ബിജു ജനതാദളിന് ഇനിയൊരു ഭാവിയില്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നെയുള്ള നീക്കമാണ് ഇപ്പോൾ ഒഡീഷയിൽ നടക്കുന്നത്. ഒഡീഷയിൽ പതിയെ കോൺഗ്രസിന് അവിടെ ശക്തമായ വേരോട്ടമുണ്ട്. നിലവിൽ ലോക്സഭയിൽ MPമാരുള്ളത് ഒഡീഷയിൽ BJPക്കും കോൺഗ്രസിനും മാത്രമാണ്. അവിടെ ബിജു ജനതാദളിന് വട്ടപൂജ്യമാണ്. ബിജു ജനതാദളിന് ഇനിയൊരു ഭാവി ഒഡീഷയുടെ മണ്ണിൽ ഇല്ല എന്ന തിരിച്ചറിവിലാണ് അവിടുത്തെ സാമാജികരിൽ പലരും കോൺഗ്രസ് നേതൃത്വവുമായി വലിയ രീതിയിലുള്ള രമ്യതയിലേക്ക് പോകുന്നത്. തീർച്ചയായും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നേരത്തെ ആന്ധ്രയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 2029 വരെ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിനു മുമ്പ് പല വിസ്മയങ്ങളും നടക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അഭിപ്രായപ്പെടുന്നത്. കോൺഗ്രസിന് ഭരണം കിട്ടുകയാണെങ്കിൽ അത് അപൂർവമായ സംഭവമായി കണക്കാക്കണം. ആന്ധ്രയുടെ വിമോചനത്തിന് ശേഷം ആന്ധ്രയും തെലങ്കാനയുമായി മാറിയതിനു ശേഷം തെലങ്കാനയിൽ അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് രേവന്ത് റെഡ്ഡിയുടെ ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒഡീഷയിൽ യുവനേതൃത്വത്തെ വളർത്തിയെടുത്തുകൊണ്ട് പരമാവധി മുന്നോട്ട് കുതിക്കുക, ബിജു ജനതാദൾ വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് സംശീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക, ഇതൊക്കെയാണ് അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുകയാണെങ്കിൽ BJPക്ക് ഏറെ നാൾ അവിടെ മുന്നോട്ട് ഭരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ സ്വന്തം പാർട്ടിയിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി.